ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ റീപോർട്ട് ചെയ്യാൻ പോവാണ് ഈ അഡീനിയം പ്ലാന്റ്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഇതൊക്കെ മുറിക്കുകയാണ്, അതിൻ്റെ തണ്ടൊക്കെ. അടുത്തത് നെക്സ്റ്റ് തണ്ട്. അത് മുറിക്കണം. ഇതിന് ഇതൊന്നും വേണ്ട അല്ലേ? അതിൻ്റെ കോഡക്സ് ഉണ്ടോ? ഒട്ടും ചരൽ മണ്ണില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആ മണ്ണൊക്കെ മാറ്റിയിട്ടുണ്ട്. മറ്റേ വാങ്ങിച്ച ഒന്നും എന്താ പൂക്കുന്നില്ലല്ലോ കൊണ്ട്. കരിയില വെച്ച പിന്നെ വെള്ളം പറ്റി നിൽക്കും. അത് പെരുത്തേക്ക് നോക്കട്ടെ, പെരുത്തേയില്ല. അത് വെച്ചിട്ടാണ് ഇവിടുത്തെ ചട്ടുകൾ ഇരിപ്പുണ്ടായിരുന്നില്ല. വലിയ ബേസൺ പോലെ ഉള്ളതിൻ്റെ അകത്താണ് അവർ ചൈനീസ് ബോൾസ് എല്ലാം കൂടെ വെച്ചേക്കുന്നത്. അതിൽ പല കളറാണ്. മീന് ഓരോ ചട്ടിയിലായിക്കറി നമ്മൾ താമര മേടിച്ചിട്ട് വലിയതിൻ്റെ അകത്ത് അങ്ങനെ മണ്ണെല്ലാം മാറ്റിയിട്ടുണ്ട്. രാവിലെ തന്നെ നല്ല സുന്ദരമായ കാഴ്ചകളാണ്. നമുക്ക് കുറച്ച് ചെടികൾ കാണാം. അമ്മ അപ്പുറത്ത് എന്തോ എടുക്കാൻ പോയിട്ടുണ്ട്, വളമൊക്കെയാണെന്ന് തോന്നുന്നു. ഇത് പുറകിൽ നിൽക്കുന്ന നമ്മുടെ തെറ്റിച്ചെടിയാണ്. സോറി, തെറ്റിയല്ല, ചെമ്പരത്തിച്ചെടി. നമ്മുടെ കോവൽ ഇവിടെ നിന്നാണ് പോകുന്നത്. കുറേ പ്രാവശ്യം കോവയ്ക്ക നമ്മൾ പറിച്ചിട്ടുണ്ട്. അതിൻ്റെ മൂട് അതാണ് കണ്ടോ. അതിങ്ങനെ ഇവിടെ നിന്നാണ് പടന്ന് മുകളിലേക്ക് നമ്മൾ വിട്ടേക്കുന്നത്. നമ്മുടെ ഓരോ ചെടികളും ഇങ്ങനെ നല്ലതായിക്കൊണ്ടിരിക്കുന്നു. ഇത് നല്ല പൂച്ചട്ടിയിൽ വന്നപ്പോഴത്തേക്ക് നല്ല ഇതായിട്ട് വളർന്നിട്ടുണ്ട്. എന്താ
ഇതും അതുപോലെ തന്നെ പൂച്ചട്ടി വെച്ചപ്പോഴത്തേക്ക് നല്ലതായിട്ട് വളർന്നിട്ടുണ്ട്. നമ്മുടെ ബോൾസം, ചൈനീസ് ബോൾസത്തിലെ പൂക്കൾ കണ്ടോ? ഇത് ഞാൻ 2 ദിവസം മുമ്പ് സെറ്റ് ചെയ്തതാണ്. നമ്മുടെ ഒരു സിമെൻറ്റിൻ്റെ ഒഴിഞ്ഞ ഒരു പാട്ടയിലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചട്ടിയിലേക്ക് ഓടും കഷ്ണങ്ങളൊക്കെ വെക്കുന്നു. ഇത് ഓടും കഷ്ണമൊക്കെ എന്തിനാ വെക്കുന്നത്? അമ്മയുടെ കൂട്ടുകാരി വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓടും കഷ്ണമൊക്കെ വെക്കുന്നത് മണ്ണ് ആദ്യം വെച്ചാൽ വെള്ളം പെട്ടെന്ന് പോകില്ല. അപ്പോൾ ഈ ഓടും കഷ്ണമൊക്കെ വെച്ചാൽ അതിൻ്റെ ആ ഹോളുണ്ടല്ലോ, നമ്മുടെ പൂച്ചട്ടിയിൽ ഹോള് അടയത്തുമില്ല. അതിനു വേണ്ടിയൊക്കെയാണ് ഓടും കഷ്ണമൊക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇഷ്ടിയ കഷ്ണങ്ങളും ഓടും കഷ്ണങ്ങളും ഒക്കെ നിരത്തിയിടുകയാണ്. നിരത്തിയിടുകയല്ല, അങ്ങനെ കുറച്ച് ഉണ്ടാക്കി കാണിച്ചത്. പിന്നെ ഇത് മണ്ണിൻ്റെ ഒരു ചരൽ മണ്ണ് ഇടും കേട്ടോ അടീനിയത്തിന്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ വെള്ളം അതിന് കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിടുന്നത്. ഇത് നമ്മുടെ മഞ്ഞൾ വീട്ടിലെ കൃഷിയിൽ വളങ്ങൾ ഇടാൻ പോവുകയാണ്. ഇതെന്താ അമ്മ? എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക, ഇത് ചാണകപ്പൊടി ഇന്നലെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചാണകപ്പൊടി. അതുകൊണ്ട് കണ്ടോ? ഇത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക, ചാണകപ്പൊടി എല്ലാം കൂടെ നമ്മൾ ഇളക്കുന്നു. അതിൻ്റെ ഒരു എല്ലുപൊടിയുടെ മണമുണ്ട്. അപ്പോൾ ഇത് ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെയും കുറച്ചുകൂടി മണ്ണിട്ടമ്മ പിന്നെയും വെച്ച് നോക്കുകയാണ്. പിന്നെയും ഇത് വലിയ ലെങ്തിയായ ഒരു വീഡിയോ ആയിപ്പോയി. നിങ്ങളെല്ലാവരും കാണണേ കൂട്ടുകാരെ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. ചിലരാരും കമൻസ് ഒന്നും തരുന്നേ ഇല്ല. ആരെങ്കിലും കമൻസ് ഒക്കെ തരണേ കൂട്ടുകാരെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ അടീനിയം റീപോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് കുറച്ച് വെള്ളം താളിച്ച് കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ വേറൊരു അടീനിയം റീപോർട്ട് ചെയ്തതാണ്. ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അവൻ അനക്കമൊന്നും വന്നിട്ടില്ല. കണ്ടോ എൻ്റെ കോഡക്സ്. ലാസ്റ്റ് സ്റ്റെപ്പാണ്. കുറച്ച് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ചെയ്യുക.
താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.